അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിനാ വഅലിഹി വഅസ്ഹാബി അജ്മഈൻ. അഭിനന്ദനായ ഉദ്ഘാടകൻ കോയ സാഹിബ്, അധ്യക്ഷൻ ഹുസൈൻ സാഹിബ്, റിയാദിലെ സാംസ്കാരിക വേദിയിലെ സാമൂഹ്യ സാംസ്കാരിക വേദികളിലെ ഉന്നത വ്യക്തിത്വങ്ങളായ വ്യവസായ മേഖലയിലെ ഉന്നത വ്യക്തിത്വങ്ങളായവരും ആയ വേദിയിലിരിക്കുന്ന പ്രമുഖ വ്യക്തിത്വങ്ങളെ, സദസ്സിലുള്ള എല്ലാ സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും. നമ്മുടെ ക്യാമ്പയിൻ അന്ധവിശ്വാസത്തിനെതിരെ നവോത്ഥാന മുന്നേറ്റം 2 മാസത്തെ ക്യാമ്പയിനാണ്. ഈ മേഖലയിൽ മുജാഹിദ് പ്രസ്ഥാനം നൽകിയ സംഭാവനയെപ്പറ്റി കേരളത്തിലുള്ള ഒരു വ്യക്തിക്കും വിവരിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. ഇത് എപ്പോഴും എന്തിനു വേണ്ടിയാണോ മുജാഹിദ് പ്രസ്ഥാനം നിലകൊണ്ടത് അതിൻ്റെ പ്രാധാന്യം എന്നും നിലനിൽക്കുന്നതിനാൽ ഇടയ്ക്കിടയ്ക്ക് അത് പുതുക്കുകയാണ്. അതിൻ്റെ പ്രവർത്തന മണ്ഡലത്തിന് ഷാർപ്പ് കൂട്ടാൻ വേണ്ടി, അഥവാ അതിൻ്റെ വാളിന് മൂർച്ച കൂട്ടാൻ വേണ്ടി അണക്കുകയാണ് ഈ ക്യാമ്പയിൻ്റെ ഒക്കെ ഭാഗം. ഈ അടുത്ത നാളിൽ ഒരു വാട്സപ്പ് മെസ്സേജ് കണ്ടു. നമ്മുടെ പ്രധാനമന്ത്രി ഒരു ഇൻ്റർനാഷണൽ കോൺഫറൻസിൽ ചെന്നപ്പോൾ അവിടെയുള്ള യൂറോപ്യൻ പ്രതിനിധികളൊക്കെ പറഞ്ഞു മുസ്ലിങ്ങളാണ് എല്ലാ തിരുവിഭാഗത്തിനും കാരണം, അതുകൊണ്ട് ഇസ്ലാമിനെയും ഖുർആനെയും ഇല്ലാതാക്കലാണ് ലോകമുക്തിക്ക് ഉള്ള ഏക മാർഗം. അപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി മറുപടി പറഞ്ഞതായിട്ട് പറഞ്ഞു, അങ്ങനെയല്ല, ഇന്ത്യയിലെ മുസ്ലിങ്ങൾ കൂടുതലും സൂഫികളാണ്, അതുകൊണ്ട് അവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല. വഹാബികളാണ് പ്രശ്നങ്ങൾക്കെല്ലാം കാരണം, അതുകൊണ്ട് അവർ നമ്മുടെ നാട്ടിൽ അധികം ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ നാട്ടിൽ പ്രശ്നമില്ല. ഇതിലുള്ള അങ്ങനെ അദ്ദേഹം പറഞ്ഞോ ഇല്ലയോ എന്നുള്ളതിലല്ല ഞാനതിൽ പ്രാധാന്യം കണ്ടത്. എത്രയായാലും ഫാസിസത്തിൻ്റെ ശക്തികൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. യഥാർത്ഥ ഇസ്ലാം എന്ന് പറയുന്നത് ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ആൾക്കാരാണ്. അതവർ മനസ്സിലാക്കി കഴിഞ്ഞു. കാരണം അന്ധവിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു സമൂഹം, അതിനു വേണ്ടിയായിരുന്നു സൂഫിസം വളർത്തിയിരുന്നത്. ആ ഒരു സമൂഹത്തിനെ പറ്റി, ഒരു അന്ധവിശ്വാസത്തിൽ അധിഷ്ഠിതമായ സമൂഹം, ഖുർആനെ മറന്ന ഒരു സമൂഹത്തിനെ പറ്റി ഇതിനെ കൊണ്ട് അവർക്കാർക്കും പേടിയില്ല. സാമ്രാജ്യ ശക്തികൾക്കും ഫാസിസ്റ്റ് ശക്തികൾക്കെല്ലാം പേടി യഥാർത്ഥ ഇസ്ലാമിനെയാണ്, നബി പഠിപ്പിച്ച ഇസ്ലാമിനെയാണ്, ഖുർആനെയാണ്. അപ്പോൾ ആ ഖുർആനും തിരുസുന്നത്തും ജനങ്ങളിൽ എത്തിച്ചു കൊടുക്കുന്നൊരു പ്രസ്ഥാനം, അത് ജനങ്ങളെ ബോധവൽക്കരിക്കുന്നൊരു പ്രസ്ഥാനം, അതിനവർക്ക് ഭയമാണ്. അതാണ് ഇത്തരം വാട്സപ്പ് മെസ്സേജുകളിലൂടെയൊക്കെ അടിസ്ഥാനം. അപ്പം നമ്മുടെ ശത്രുക്കൾ നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. നമ്മൾ വീണാലും അത് നമുക്ക് കൂടുതൽ കരുത്ത് നൽകുകയുള്ളൂ. നമ്മുടെ നവോത്ഥാന പ്രസ്ഥാനം നമ്മൾ തുറന്നുകൊണ്ടേയിരിക്കണം. KNMൻ്റെ സൗദിയിലെയും മറ്റ് പ്രവാസ ലോകത്തെയും ഈ നവോത്ഥാന ശാഖയായ ഇസ്ലാഹി സെൻറ്ററിൻ്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാ ഭാഗങ്ങളും നേർന്നുകൊള്ളുന്നു. ഇൻഷാ അല്ലാഹ് നാട്ടിൽ ചെന്ന KNMൻ്റെ കൂടുതൽ പ്രവർത്തിക്കാൻ അവസരം കിട്ടുമെന്നുള്ള സന്തോഷത്തിൽ അതിനെ സർവശക്തനോട് കൂടുതൽ സൗകര്യങ്ങൾ നൽകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും.